السلام عليكم ورحمة الله وبركاته. إلى حضرة روح نبينا وحبيبنا مصطفى محمد صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. ثم إلى حضرة ولي الله الحافظ ممم الله حاجي نور الله مرقد. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق
ليظهره على الدين كله ولو كره المشركون سبحانك لا علم لنا إلا ما علمتنا ولا معرفة إلا ما ألهمتنا إنك أنت العليم الحكيم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ഏറ്റവും സ്നേഹം ബഹുമാനം നല്ലവരായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരു സാലിഹായ വലിയ സൽക്കർമ്മമായി അല്ലാഹു നമ്മെ സ്വീകരിക്കട്ടെ. ഒരുപാട് സുഹൃത്തുക്കൾ ജീവിതത്തിൽ ചെയ്യാനും പഠിക്കാനും അതനുസരിച്ച് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് തരട്ടെ. ജീവിക്കുന്ന കാലം അത്രയും അല്ലാഹുവിനെ അറിഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ഇഷ്ടദാസന്മാരിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ മൺമറഞ്ഞു പോയ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഉപ്പയുണ്ട്, ഉമ്മയുണ്ട്, സഹോദര സഹോദരിമാരുണ്ട്, നമ്മുടെ കൂട്ടുകാരുണ്ട്, കൂടപ്പിറപ്പുകളുണ്ട്, നമ്മുടെ അയൽവാസികളുണ്ട്, നാട്ടുകാരുണ്ട്. എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിച്ചിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ, സഹോദര സഹോദരിമാർ, മറ്റു ബന്ധപ്പെട്ടവർ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു തആല നമ്മുടെ ഇൽമ അല്ലാഹു നാഫിയാക്കി തരട്ടെ. അല്ലാഹുവിനെ കുറിച്ച് മനസ്സിലാക്കാനും ആ പടച്ച തമ്പുരാന്റെ വഴിയോരങ്ങൾ അല്ലാഹു തആല നമ്മോട് കൽപ്പിച്ച അതേ വഴികളിലൂടെ കടന്നു പോകാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് തരട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ അല്ലാഹു തആല സ്വാലിഹീങ്ങളിൽ പെടുത്തട്ടെ. നല്ല മക്കളിൽ അല്ലാഹു തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. മക്കളുടെ കാരണത്താൽ അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാൻ അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ അവിടെ കാരണം കൊണ്ട് നമ്മൾ തലകുലിച്ച് വശളായി നിൽക്കുന്ന അവസ്ഥയെ തൊട്ട് അല്ലാഹു തആല നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എൻ്റെ പ്രിയമുള്ളവരെ, ദുനിയാവിന്റെ തൊലിക്കുമകളിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അറിയുക, ആ പടച്ച തമ്പുരാനെ മനസ്സിലാക്കുക എന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനക്ക് നിർബന്ധമാണ്. അല്ലാഹു തആല അതിനെ ആ അല്ലാഹുവിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരു മനുഷ്യന് ഈ ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. ഏതൊക്കെ രൂപത്തിലെല്ലാം പടച്ച തമ്പുരാനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ടതുണ്ടോ അതൊക്കെ എങ്ങനെ അല്ലാഹുവിനെ മനസ്സിലാക്കണം തന്റെ അടിമ എന്നതിന് വളരെ വ്യക്തമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിന്റെ തൊലിക്കുമുകളിൽ വ്യക്തമായിട്ട് നമുക്ക് അതിന് വേണ്ട സജ്ജീകരണങ്ങൾ അല്ലാഹു തആല ഒരുക്കി തന്നിട്ടുണ്ട്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ അതിലൂടെ കടന്നു ചെന്നുകൊണ്ട്
അല്ലാഹുവിനെ അറിയുക എന്നത് തന്നെയാണ്. എല്ലാ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സംവിധാനിച്ചു തന്നിട്ട് ആ പടച്ച തമ്പുരാനെ ഒരു നോക്കുപോലും നമ്മൾ മനസ്സിലാക്കാതെ നമ്മുടെ ജീവിതത്തിന്റെ വഴികൾ നമുക്ക് ഇഷ്ടമുള്ളതുപോലെയാണ് നമ്മൾ കടത്തിവിടുന്നത് എങ്കിൽ, എന്റെ പ്രിയമുള്ളവരെ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, അള്ളാഹുവിന്റെ ഏറ്റവും വലിയൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ നന്ദി കെട്ടവനായി മാറുക എന്നതാണ്. ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മനസ്സിലാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് കാര്യങ്ങൾ സംവിധാനിച്ചിട്ട് പോലും പടച്ച തമ്പുരാനെ ഒരു നിമിഷം പോലും അല്ലാഹുവിനെ അറിയാതെയാണ് ഒരു വിശ്വാസി, ഒരു മനുഷ്യൻ കടന്നു പോകുന്നത് എങ്കിൽ, അല്ലാഹുവേ, ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ എല്ലാ അനുഗ്രഹങ്ങളും ഇരു കരങ്ങളെ കൊണ്ട് സ്വീകരിച്ചിട്ട് സിട്ടാവായ പടച്ച തമ്പുരാനെ ഒരു നിമിഷം പോലും എന്റെ പ്രിയമുള്ളവരെ അറിയാനോ മനസ്സിലാക്കാനോ ഇന്ന് നമ്മൾ ആരും തന്നെ മനസ്സ് കാണിക്കുന്നില്ല എങ്കിലോ, അല്ലാഹുവേ, പടച്ചു തമ്പുരാന് എന്തൊരു വിഷമമായിരിക്കും എന്റെ പ്രിയമുള്ളവരെ. എല്ലാ അനുഗ്രഹങ്ങളും ഒരു മനുഷ്യനെ എല്ലാവിധ അനുഗ്രഹങ്ങളും സന്തോഷവും സമാധാനവും സമ്പത്തുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം നമുക്ക് തന്നിട്ട്, അതേപോലെ നമ്മൾ തന്റെ കൂട്ടുകാരന്, തന്റെ ഏറ്റവും വലിയ അടുത്ത ആൾക്ക് അല്ലാഹുവേ അതുപോലെയുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മൾ ചെയ്തു കൊടുത്തിട്ട് അവസാനം അവനെല്ലാം നമ്മെ തട്ടിത്തെറിപ്പിച്ച് നമ്മ ഒരിക്കലും തന്നെ അറിയാതെ മുന്നോട്ട് അവന്റെ ജീവിതത്തിൽ അവൻ സഞ്ചരിക്കുമ്പോൾ നമ്മൾ എത്രത്തോളം വിഷമം അനുഭവിക്കും എന്റെ പ്രിയമുള്ളവരെ. അതുപോലെ തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ എല്ലാ അനുഗ്രഹങ്ങളും അല്ലാഹു തആല നമുക്ക് തന്നിട്ട് ആ പടച്ച തമ്പുരാനെ ഒരു നിമിഷം പോലും അറിയാൻ നമ്മൾ മനസ്സ് കാണിക്കുന്നില്ലെങ്കിലോ, അല്ലാഹുവേ, അത് ഏറ്റവും വലിയ വിഷമമാണല്ലോ. ഏറ്റവും വലിയ അല്ലാഹുവിനോട് കാണിക്കുന്ന നന്ദി കേടാണല്ലോ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്കുക. അല്ലാഹുവേ, വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുകയാണ്. അല്ലാഹുവേ, കുതിരയെ കുറിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയിട്ട് വൽആദിയാതി ളബഹാ ഫൽമൂരിയാതി ഖദ്ഹാ ഫൽമുഗീറാതി സുബ്ഹാ. പടച്ചറബ്ബേ, തന്റെ യുദ്ധപ്പറമ്പിലേക്ക് തന്റെ യജമാനെ മുമ്പിലിരുത്തിയിട്ട് പുറകിലിരുത്തിയിട്ട് അല്ലാഹുവേ, തനിക്ക് വേണ്ടി എല്ലാ അനുഗ്രഹങ്ങളും ചെയ്തു തരുന്ന, തന്നെ സംരക്ഷിക്കുന്ന, തന്നെ പരിപാലിക്കുന്ന, രാത്രിയായാലും എനിക്ക് വേണ്ട ഭക്ഷണവും എനിക്ക് വേണ്ട വെള്ളവും എല്ലാം എനിക്ക് വേണ്ടി ഒരുക്കി തരുന്ന എന്റെ അല്ലാഹുണ്ടല്ലോ, എന്റെ പ്രിയപ്പെട്ട യജമാനനുണ്ടല്ലോ. ആ യജമാനന് നന്ദി ചെയ്യുന്ന ഒരു അടിമയാണ് തന്റെ കുതിര. പടച്ചറബ്ബേ, ആ കുതിരയെ കുറിച്ചിട്ടാണ് ഇവിടെ നിന്ന് പറയുന്നത്. ആ കുതിരക്കറിയാം, ഒരു ശത്രുവിന്റെ വാളെങ്ങാനും പടച്ചറബ്ബേ യുദ്ധത്തിന്റെ രണാങ്കണത്തിലോ അല്ലാഹുവേ അന്തരീക്ഷത്തിലേക്ക് ഉയർന്നിട്ടോ അത് വേണ്ട രൂപത്തിൽ പടച്ചറബ്ബേ എന്റെ കഴുത്തിലേക്ക് അങ്ങ് തട്ടിയാൽ എന്റെ ശരീരമതാ പിടഞ്ഞിട്ട് ആ യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ പിടഞ്ഞു വീഴുമെന്ന് കുതിരക്കറിയുമല്ലോ. എന്നിരുന്നാലും ആ കുതിരയതാ കുളമ്പടി ശബ്ദങ്ങൾ ഉണ്ടാക്കിയിട്ട് തീപ്പൊരി പാറിപ്പിച്ചുകൊണ്ട്, പൊടിപരങ്കര പാറിപ്പിച്ചുകൊണ്ട് അതാ പടച്ചുറപ്പേ യുദ്ധത്തിന്റെ രണാങ്കണത്തിലേക്ക് തന്റെ യജമാനനെ ഇരുത്തിക്കൊണ്ടു പോകുന്നത് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനതാ വ്യക്തമായിട്ട് നമ്മോട് പറയുകയാണ്. പടച്ചുറപ്പേ, ഇത്രത്തോളം നന്ദി കാണിക്കുന്ന ഒരു അടിമയായി പടച്ചുറപ്പേ ഒരു മിണ്ടാൻ കഴിയാത്ത ആ കുതിര ഇവിടെ നിന്ന് മാറുന്നുണ്ടെങ്കിലോ, തന്റെ യജമാനന് വേണ്ടിയിട്ട് എല്ലാം ഇവിടെ നിന്ന് ചെയ്യുന്നുണ്ടെങ്കിലോ, അല്ലാഹുവേ, ബുദ്ധിയും വിവേകവും അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടുള്ള എല്ലാ ചിന്തിക്കാനും അറിയാനും പറയാനും അല്ലാഹു തആല മനുഷ്യനല്ലേ കഴിവ് തന്നിട്ടുള്ളത്. ആ മനുഷ്യനെന്തേ പടച്ചുറപ്പിനോട് നന്ദി കാണിക്കുന്നത്? അല്ലാഹുവേ, എന്തേ നന്ദി കേട് കാണിക്കുന്നത്? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറയുകയാ,
ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. എന്തേ മനുഷ്യൻ എന്തേ അല്ലാഹുവിനോട് നന്ദി കെട്ടവനായി മാറുന്നത്, എന്തേ നന്ദി കെട്ടവനായി മാറുന്നതെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മോട് ചോദിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ഈ ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും നമ്മൾ സ്വീകരിച്ചിട്ട് ആ പടച്ച തമ്പുരാനെ മറന്നുകൊണ്ടല്ലേ നമ്മൾ സഞ്ചരിക്കുന്നത്, നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹുവേ, നിന്നെ അറിഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ഇഷ്ടദാസന്മാര് നീ ഞങ്ങളെ ഏവരെയും പെടുത്തണേ അല്ലാഹ്. നിന്നെ മറക്കുന്നവരിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെ നിന്നതാ നമ്മോട് പരിചയപ്പെടുത്താൻ. എന്താണ് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നത്? ഈ ദുനിയാവിന്റെ തൊലിക്കുമുകളിൽ അള്ളാഹുവിന്റെ അടിമകളായ നമ്മൾ എന്തുകൊണ്ടാണ് പടച്ച തമ്പുരാനെ അറിയാതെ? ഒരു കുതിരയെ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് എടുത്തു കാണിക്കുകയാണ്. യുദ്ധപ്പറമ്പിലേക്ക് തന്റെ യജമാനനെ വഹിച്ചുകൊണ്ട് കടന്നു പോകുന്ന ആ കുതിരയെ എടുത്തുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ന് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പരിചയപ്പെടുത്താൻ, ആ കുതിരയെ നിങ്ങൾ കാണുന്നില്ലേ? ആ കുതിര തന്റെ യജമാനോട് കാണിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? എന്നിട്ടും എന്തേ മനുഷ്യൻ ഇത്രത്തോളം നന്ദി കെട്ടവനായത് എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. എന്നാലോചിച്ച് നോക്കണേ നിങ്ങൾ മനുഷ്യന്റെ അവസ്ഥ. നമുക്ക് ഓരോ ദിവസവും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരുന്ന അനുഗ്രഹങ്ങൾ എത്രത്തോളം അനുഗ്രഹങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ ദിവസവും നമുക്ക് നൽകുന്നത്. നമ്മൾ എടുത്തു നോക്കുക, അല്ലാഹു തആല നമുക്ക് നമ്മുടെ ശരീരത്തിന്റെ ഭാഗങ്ങൾ, നമ്മുടെ കാഴ്ച, നമ്മുടെ സംസാരം, നമ്മുടെ പ്രവർത്തനങ്ങൾ, ഇതൊക്കെ നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, പടച്ചോനെ, എന്റെ അല്ലാഹു തആല എനിക്ക് എന്തെല്ലാം കാര്യങ്ങൾ ദുനിയാവിൽ ചെയ്തു തരുന്നുണ്ട്. എന്നിട്ട് ആ പടച്ച തമ്പുരാന് എന്താണ് ഞാൻ ചെയ്യുന്നത് എന്ന് കൂടെ ഒന്ന് ആലോചിച്ച് നോക്കണം. അല്ലാഹു തആല നമുക്ക് ബോധം നൽകട്ടെ. അല്ലാഹു തആല നമുക്ക് ബോധം നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിനെ മനസ്സിലാക്കിയ ഒരു സഹാബിയെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒരിക്കൽ അതാ അല്ലാഹുവേ പടച്ച റബ്ബേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് അതാ മിസ്അബ് റളിയല്ലാഹു തആല കടന്നു വരികയാണ്. അല്ലാഹുവേ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് വല്ലാതെ കരയുമ്പോൾ കണ്ണിലൂടെ കണ്ണുനീരിങ്ങനെ ആർത്തുഒഴുകുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിസ്അബ് റളിയല്ലാഹു തആല അൻഹുവിനെ നോക്കിക്കൊണ്ടിങ്ങനെ കരയുമ്പോൾ അതാ മിസ്അബ് തങ്ങൾ അവിടെ നിന്ന് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, എന്തിനാണ് നിങ്ങൾ കരയുന്നത്? എന്തിനാണ് നിങ്ങൾ കരയുന്നത്? ഇങ്ങനെ നിങ്ങൾ വിഷമിക്കുന്നത് എന്തിനാ റസൂലേ? അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറയുന്നു, മിസ്അബേ, നിന്റെ കാര്യം ആലോചിച്ചിട്ടാണല്ലോ മിസ്അബേ ഞാൻ നിന്നെ കുറിച്ചിട്ട് വല്ലാതെ വിഷമം അനുഭവിക്കുകയാണ് മിസ്അബേ. എന്താണ് കാരണമെന്നറിയോ? അല്ലാഹുവേ, മിസ്അബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഏറ്റവും കൂടുതൽ ഭയം തന്റെ പ്രിയപ്പെട്ട ഉമ്മയായിരുന്നല്ലോ. ഉമ്മ എന്ന് പറയാൻ അന്ന് അറേബ്യ രാജ്യത്തിലെ ഏറ്റവും വലിയ സമ്പന്നയായിരുന്നു അത്രേ. അല്ലാഹുവേ, അറേബ്യ രാജ്യത്തിന്റെ പകുതി ഭാഗവും അന്ന് മിസ്അബിന്റെ ഉമ്മാന്റെ കയ്യിലാണ്. അല്ലാഹുവേ, അങ്ങനെ ദിവസങ്ങൾ കടന്നു പോവുകയാണ്. മിസ്അബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വസ്ത്രമുണ്ടല്ലോ, അല്ലാഹുവേ, സ്വർണം കൊണ്ട് നെയ്തിരുന്ന വസ്ത്രമായിരുന്നു മിസ്അബ് റളിയല്ലാഹു തആല അൻഹു ധരിച്ചിരുന്നത്. പടച്ച റബ്ബേ, മിസ്അബ് തങ്ങൾ ഇന്നൊരു സുഗന്ധം ഉപയോഗിച്ചാൽ പടച്ച റബ്ബേ ദിവസങ്ങളോളം ശരീരത്തിനകത്ത്, വസ്ത്രത്തിനകത്ത് അതിന്റെ സുഗന്ധം ഇങ്ങനെ പരക്കുമായിരുന്നു. കിലോമീറ്ററുകളോളം അതിന്റെ സുഗന്ധം ഇങ്ങനെ പരക്കുമായിരുന്നു. അല്ലാഹുവേ, എന്തൊരു സുന്ദരനാണെന്നറിയോ?
മിസ്അബ് തങ്ങളെ കാണാൻ, മിസ്അബ് തങ്ങളെ കാണാൻ എന്തൊരു സൗന്ദര്യമായിരുന്നെന്നറിയോ, എന്തൊരു സൗന്ദര്യമായിരുന്നെന്നറിയോ. ആ മിസ്അബ് റളിയല്ലാഹു തആല ഒട്ടകപ്പുറത്ത് കുതിരപ്പുറത്ത് വരുന്നത് കാണാൻ പടച്ചുറപ്പേ അന്ന് അറേബ്യൻ രാജ്യത്തിലെ പെണ്ണുങ്ങൾ മുഴുവനും ഇങ്ങനെ വരിയിലൂടെ കാത്തു നിൽക്കുകയാണ്, വഴിയരികിലൂടെ കാത്തു നിൽക്കുകയാണ്. അത്രത്തോളം സൗന്ദര്യവാനാണ്, പവറുള്ള അധികാരമുള്ള സമ്പന്ന കുടുംബത്തിൽപ്പെട്ട മിസ്അബ് റളിയല്ലാഹു തആല പടച്ചുറപ്പേ അന്ന് മുസ്ലിമായിക്കൊണ്ട് അല്ലാഹു ഓരോരുത്തരും ഇങ്ങനെ പുറത്തിറങ്ങുമ്പോ റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് കടന്നു വന്നിട്ട് പരിശുദ്ധമായ ദീനിനെ മനസ്സിലാക്കുമ്പോൾ അതാ മിസ്അബ് റളിയല്ലാഹു തആല ഒരിക്കൽ റസൂലുള്ളാഹിനെ കുറിച്ച് കേൾക്കുകയാണ്, അതാ റസൂലുള്ളാഹിനെ കുറിച്ച് കേൾക്കുകയാണല്ലോ. പടച്ചോനെ റസൂലുള്ളാഹിനെ കുറിച്ച് കേട്ടിട്ടോ അതാ പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ അല്ലാഹുവേ മിസ്അബ് റളിയല്ലാഹു തആല വല്ലാത്ത ആഗ്രഹമായി, വല്ലാത്ത ആഗ്രഹം അതാ മിസ്അബ് റളിയല്ലാഹു തആല കടന്നു വരികയാണ്. പടച്ചുറപ്പേ എല്ലാവരും അതാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിക്കുന്നുണ്ട്. ചില ആളുകൾ അവിടുന്ന് കളിയാക്കുന്നുണ്ട്, ചില ആളുകളെ കുറ്റപ്പെടുത്തുന്നുണ്ട്. പടച്ചുറപ്പേ മിസ്അബ് റളിയല്ലാഹു തആലാന്റെ അകത്ത് ഉള്ളിൽ പടച്ചുറപ്പേ ഹൃദയത്തിന്റെ ഉള്ളറയിലതാ ഈമാനിന്റെ ആവേശം ഇങ്ങനെ തുടിക്കുകയാണ്. അല്ലാഹു ഈമാനിനെ ഇട്ട് കൊടുക്കുകയാണല്ലോ. റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. പടച്ചുറപ്പേ റസൂലുള്ളാഹിന്റെ മുമ്പിൽ വെച്ചിട്ട് പരിശുദ്ധമായ ഇസ്ലാം സ്വീകരിക്കുകയാണ്. അല്ലാഹുവേ മിസ്അബ് റളിയല്ലാഹു തആല ഇസ്ലാമിലേക്ക് കടന്നു വന്ന വിവരം അതാ തന്റെ പ്രിയപ്പെട്ട ഉമ്മാക്ക് അറിയില്ലായിരുന്നു, തന്റെ നാട്ടിലാർക്കും തന്നെ അറിയില്ലായിരുന്നു. ഒരിക്കലതാ തന്റെ കൊട്ടാരത്തിൽ ജോലി ചെയ്യുന്ന, തന്റെ വീട്ടിൽ ജോലി ചെയ്യുന്ന ആരോ മിസ്അബ് റളിയല്ലാഹു തആല റസൂലുള്ളാഹിന്റെ വീട്ടിൽ നിന്ന് റസൂലുള്ളാഹിന്റെ മുമ്പിൽ നിന്ന് കടന്നു വരുന്നത് കാണുമ്പോ അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശത്രുക്കളിൽ പെട്ട ഒരാളാണല്ലോ. പടച്ചുറപ്പേ മിസ്അബ് റളിയല്ലാഹു തആലാന്റെ ഉമ്മ അതാ തന്റെ പ്രിയപ്പെട്ട നേതാവിനോട് പോയിട്ട് അവിടുത്തെ വേലക്കാരൻ ചെന്നിട്ട് അവിടുന്ന് പറയുന്നു, നിങ്ങളുടെ മകൻ മിസ്അബ് മുഹമ്മദിന്റെ മതത്തിൽ വിശ്വസിച്ചിരിക്കുകയാണ്, അവിടേക്ക് കടന്നു പോയിരിക്കുകയാണ്, അവിടേക്ക് കടന്നു പോയിരിക്കുകയാണല്ലോ. പടച്ചുറപ്പേ ഈ വിരമതാ അവിടുന്ന് അറിയുമ്പോ മിസ്അബ് റളിയല്ലാഹു തആലാന്റെ പ്രിയപ്പെട്ട ഉമ്മയുണ്ടല്ലോ, അവിടുന്ന് പടച്ചുറപ്പേ തന്റെ ഭരണാധികാരികളോട് തന്റെ വേലക്കാരോട് പറയുകയാണ്, തന്റെ വേലക്കാരെ വിളിച്ചിട്ട് പറയുന്നു, മിസ്അബിനെ കൊണ്ടുവരൂ, മിസ്അബിനെ ഇതാ ഇങ്ങോട്ട് കൊണ്ടുവരൂ. അതാ മിസ്അബ് റളിയല്ലാഹു തആല കടന്നു വരികയാ. എന്നിട്ടും അവിടെ മിസ്അബ് തങ്ങളോട് ചോദിക്കുന്നു, മിസ്അബേ അതാ നമ്മുടെ പൂർവികരെല്ലാവരും ആരാധിച്ചിരുന്ന അല്ലാഹുവേ ഈ പവിത്രമായ മതത്തിൽ ലാത്തയെയും ഉസ്സയെയും മനാത്തയെയും എല്ലാം നീ എന്തേ വലിച്ചെറിയുകയാണോ? മിസ്അബേ ബിംബങ്ങളിൽ ആരാധന നീ ഒഴിവാക്കുകയാണോ? ഇന്നലെ കയറി വന്ന മുഹമ്മദിന്റെ മതത്തിൽ നീ വിശ്വസിച്ചിരിക്കുകയാണോ എന്നവിടെ നിന്ന് ചോദിക്കുകയോ, എന്നവിടെ നിന്നും ചോദിക്കുകയാണല്ലോ. പടച്ചുറപ്പേ ഇതങ്ങ് ചോദിക്കേണ്ട താമസമുണ്ടല്ലോ. മിസ്അബ് റളിയല്ലാഹു തആല പറയുകയാണ്, ഉമ്മ ഞാൻ മുഹമ്മദിന്റെ മതത്തിൽ വിശ്വസിച്ചിരിക്കുകയാണ് ഉമ്മ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിൽ വിശ്വസിച്ചിരിക്കുകയാണ് ഉമ്മ. എന്നെ തടുക്കല്ല, എന്നെ എതിർക്കല്ല, ആ മതത്തിൽ നിന്ന് ഒരിക്കലും തന്നെ ഞാൻ മാറില്ലല്ലോ ഉമ്മ എന്നിവിടെ മിസ്അബ് റളിയല്ലാഹു തആല പറയുമ്പോ അതാ തന്റെ പ്രിയപ്പെട്ട ഉമ്മ എന്ത് ചെയ്തെന്നറിയോ? അവിടെ നിന്നും പടച്ചുറപ്പേ മിസ്അബിന് ദിവസങ്ങളോളം മുറിക്കകത്ത് പട്ടിണി കിടുകയാണ്. തന്റെ വേലക്കാരെ വിട്ടിട്ട് അവിടെ നിന്ന് അടിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നു, മിസ്അബ് ആ മതത്തിൽ നിന്ന് നീ പോരുകയില്ലേ?
ആ മുഹമ്മദിന്റെ മതത്തിൽ നിന്നോ നീ ഒരിക്കലും തന്നെ മാറാൻ ഉദ്ദേശിക്കുന്നില്ലേ മുഹമ്മദ് റബ്ബേ മിസ്അബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു ഇല്ല ഉമ്മ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മതത്തിൽ നിന്ന് ഒരിക്കലും തന്നെ ഞാൻ മാറുകയില്ലല്ലോ, ഒരിക്കലും തന്നെ ഞാൻ മാറാൻ ഉദ്ദേശിക്കുന്നില്ല. പടച്ച റബ്ബേ ഇതങ്ങ് പറയുമ്പോൾ താമസമുണ്ടല്ലോ. അതാ മിസ്അബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രിയപ്പെട്ട ഉമ്മാക്ക് അവിടെ നിന്ന് വല്ലാത്ത ദേഷ്യമാവുകയാണ്. അതാ മിസ്അബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉമ്മ ദിവസങ്ങളോളം പട്ടിണി കിട്ടോ, അവിടുന്ന് ദിവസങ്ങളോളം മടിച്ചോ, ഒരുപാട് ശിക്ഷ കൊടുത്തിട്ട് പോലും മിസ്അബ് തങ്ങൾക്ക് ഒരു മാറ്റവും തന്നെ സംഭവിക്കുന്നില്ലല്ലോ. പടച്ച റബ്ബേ മിസ്അബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉമ്മയതാ മിസ്അബിനോട് പറയുന്നു, മിസ്അബേ എന്റെ ഈ കൊട്ടാരത്തില് എന്റെ ഈ സമ്പത്തിന് ഒരിക്കലും നിനക്ക് അവകാശമില്ല. എന്റെ കൊട്ടാരത്തിൽ ഒരിക്കലും തന്നെ നീ താമസിക്കാൻ പാടില്ല, ഇവിടെ നിന്നെ കാണാൻ പാടില്ല, ഇവിടുന്ന് വേഗം പോണമെന്ന് പറയുമ്പോ പടച്ച റബ്ബേ മിസ്അബ് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അല്ലാഹുവേ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. വീണ്ടും പോകുന്ന വേളയിലതാകുമ്പോ വിളിച്ചിട്ട് പറയുന്നു, മിസ്അബ് നിനക്ക് മാറ്റമുണ്ടോ മിസ്അബ്, നിനക്ക് മാറ്റമുണ്ടോ മിസ്അബ്? അവിടെ നിന്നും പറയുന്നു, ഇല്ല ഉമ്മ എനിക്ക് മാറ്റമില്ല, ഞാൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അചഞ്ചലമായി വിശ്വസിച്ചിട്ടുണ്ട്, പരിശുദ്ധമായ ദീനിനെ മുറുകെ പിടിച്ചിരിക്കുകയാണല്ലോ, അതുകൊണ്ട് എന്നോടൊന്നും തന്നെ പറയല്ലേ എന്നവിടെ പടച്ചറപ്പനെ പഠിപ്പിക്കുമ്പോ അല്ലാഹുവേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തന്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച മിസ്അബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവേ പടച്ചവനെ മിസ്അബ് തങ്ങളുണ്ടല്ലോ അവിടെ നിന്നും കടന്നു പോകുമ്പോ അതാ പടച്ച തമ്പുരാനെ അവിടെ നിന്ന് ഉമ്മ വിളിക്കുകയാണ്, മോനെ മിസ്അബ് ഇതാ നിനക്ക് ഈ കൊട്ടാരത്തിൽ നിനക്കൊരു അവകാശമില്ല, എന്റെ സമ്പത്തിൽ നിനക്കൊരു അവകാശവുമില്ല എന്നവിടെ നിന്നും പറയുമ്പോ പടച്ച റബ്ബേ മിസ്അബ് റളിയല്ലാഹു തആല അൻഹു തന്റെ ഇട്ടിരിക്കുന്ന വസ്ത്രം ഊരി കൊടുത്തിട്ട് പടച്ച റബ്ബേ ഉമ്മാന്റെ കയ്യെ കൊടുത്തിട്ട് പറയുന്നു, ഉമ്മ ഇതും നിങ്ങളുടെ വസ്ത്രമാണല്ലോ, ഇതും നിങ്ങളുടെ സമ്പത്താണ് ഉമ്മ, ഇതും ഇനി എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ടോ പടച്ച റബ്ബേ ചങ്കൂറ്റത്തോടുകൂടെ മിസ്അബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവേ തന്റെ വീട്ടിൽ നിന്ന് തന്റെ ഉമ്മാന്റെ മുമ്പിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ പടച്ച റബ്ബേ ഔറത്ത് മറക്കാനുള്ള വസ്ത്രം മാത്രമാണ് മിസ്അബ് തങ്ങളുടെ കയ്യിലുണ്ടായിരുന്നത്, മിസ്അബ് തങ്ങളുടെ ശരീരത്തിലുണ്ടായിരുന്നത്. പടച്ച റബ്ബേ അതായിരുന്നു ഉമ്മ ഈമാൻ എന്ന് പറഞ്ഞാൽ, അതാണ് ഈമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിസ്അബ് റളിയല്ലാഹു തആല അൻഹു അതാ ഒരുപാട് സമ്പന്നനല്ലേ, ഒരുപാട് അധികാരമുള്ളവരല്ലേ, ഒരുപാട് പവറുള്ള ആളായിരുന്നല്ലോ. പെട്ടെന്ന് ഇതാ ഇങ്ങനെ പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു വന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വല്ലാത്ത വിഷമമായി. പടച്ച റബ്ബേ എന്റെ മുമ്പിലേക്ക് കടന്നു വന്ന പ്രിയപ്പെട്ട സ്വഹാബിയുടെ അവസ്ഥ ഇങ്ങനെ ആലോചിച്ചിട്ടോ അല്ലാഹുവേ എത്ര സമ്പന്നനായിരുന്നു, എത്ര ത്തിലിരുന്നവനായിരുന്നു. ഇന്ന് മിസ്അബിന്റെ അവസ്ഥ ആലോചിച്ചിട്ട് റസൂലുള്ള കരയുകയാ, റസൂലുള്ള കരയുകയാണ്. പടച്ച റബ്ബേ മിസ്അബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് റസൂലുള്ളാഹിനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് എന്തിനാ കരയുന്നത് നബിയേ, എന്തിനാണ് കരയുന്നത് നബിയേ, എന്തിനാ വിഷമിക്കുന്നത് നബിയെ, എന്തിനാ കരയുന്നത്? അല്ലാഹുവേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മിസ്അബേ ഞാൻ നിങ്ങളുടെ അവസ്ഥയൊന്ന് ആലോചിച്ചു പോയി മിസ്അബേ, നിങ്ങളുടെ പഴയകാല അവസ്ഥ ഞാനൊന്ന് ആലോചിച്ചു പോയതാ മിസ്അബേ. പടച്ച റബ്ബേ മിസ്അബ് റളിയല്ലാഹു തആല അൻഹു ഉണ്ടല്ലോ അവിടെ നിന്നും പറയുകയാ, യാ റസൂലല്ലാഹ്
എനിക്കിങ്ങനത്തെ അവസ്ഥ കടന്നു വന്നാലെന്താ നബിയേ, എനിക്കെന്ത് കടന്നു വന്നാലെന്താ നബിയേ, എനിക്കങ്ങയുടെ അനുയായിയാകാൻ കഴിഞ്ഞല്ലോ, എനിക്കങ്ങയുടെ അനുയായിയാകാൻ കഴിഞ്ഞല്ലോ, അങ്ങയുടെ കൂടെ സ്വർഗത്തിൽ കിടക്കാൻ കഴിഞ്ഞല്ലോ, എനിക്ക് മുസ്ലിമായിട്ട് ഈമാനോട് കൂടെ ഇസ്സത്തോട് കൂടെ ലോകത്തോട് വിട പറയാൻ സാധിക്കുമല്ലോ. പടച്ചറബേ എന്നവിടുന്ന് മിസ്അബ് റളിയല്ലാഹു തആല അതാ പുന്നാര നബി തങ്ങളോട് പഠിപ്പിക്കുകയാ, എനിക്ക് അല്ലാഹുവിന്റെ അടിമയാകാൻ യഥാർത്ഥ വിശ്വാസിയാകാൻ കഴിയുമല്ലോ നബിയേ എന്നവിടെ നിന്നും പഠിപ്പിക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, ഇതാണ് ഈമാൻ എന്ന് പറഞ്ഞാൽ, ഇതാണ് ഈമാൻ എന്ന് പറഞ്ഞാൽ. അതാ പരിശുദ്ധമായ ഇസ്ലാമിൽ ഒരു യുദ്ധം കടന്നു വന്നു, പരിശുദ്ധമായ ഇസ്ലാമിൽ ഒരു യുദ്ധം കടന്നു വരികയാ. പടച്ചറബേ എല്ലാ സ്വഹാബത്തും യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടു. അതാ മിസ്അബ് റളിയല്ലാഹു തആല കൂടെയുണ്ടോ. പടച്ചറബേ യുദ്ധത്തിന്റെ രണാകണത്തിൽ യുദ്ധം ഇങ്ങനെ കൊടുമ്പിരി കൊള്ളുമ്പോ അതാ അവസാനം യുദ്ധം അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാ. റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് അതാ പടച്ചറബേ സ്വഹാബത്ത് ഒരു ജനാസയുമായിട്ട് കടന്നു വരികയാ. സ്വഹാബത്ത് അവിടെ നിന്ന് കരയുന്നുണ്ടോ. അല്ലാഹുവേ പടച്ചറബേ, റസൂലുള്ള ചോദിക്കുന്നു, സ്വഹാബാ ആരുടെ ജനാസയാ, ആരുടെ ജനാസയാ, എന്തേ ഇത് കഫം പുതയാത്തത്, എന്തേ ഇത് കഫം പുതയാത്തത് സ്വഹാബാ. പടച്ചറബേ അവിടെ പറയുന്നു, നബിയേ ഇത് മിസ്അബിന്റെ ജനാസയാണ്, ഇത് മിസ്അബിന്റെ ശരീരമാണ് നബിയേ, ഇതാ കഫം പുട തികയുന്നില്ലല്ലോ, ഇതാ കഫം പുട തികയുന്നില്ലല്ലോ. പടച്ചറബേ മിസ്അബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അവസ്ഥ ആലോചിച്ചിട്ടതാ റസൂലുള്ള കരയുകയാ, റസൂലുള്ള കരയുകയാണ്. പടച്ചറബേ എങ്ങനെ ജീവിച്ചിരുന്ന സഹാബിയാ മിസ്അബ് റളിയല്ലാഹു തആല അൻഹു. പടച്ചറബേ അതാ ഷഹീദായി കിടക്കുമ്പോ അല്ലാഹുവേ കഫം പുട തികയുന്നില്ല. അവസാനം പുല്ല് വെച്ചിട്ടോ കെട്ടിക്കൊണ്ട് മിസ്അബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കഫം പൊതിഞ്ഞല്ലോ. പടച്ചറബേ റസൂലുള്ള നിസ്കരിക്കുമ്പോ പടച്ചറബേ പൊട്ടിക്കരഞ്ഞു പോയില്ലേ വാപ്പാ, പൊട്ടിക്കരഞ്ഞു പോയില്ലേ ഉമ്മ. ഇതാനടാ പരിശുദ്ധമായ ദീനെന്ന് പറഞ്ഞ, ഈമാൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. അല്ലാഹു മിസ്അബ് റളിയല്ലാഹു തആല കൊണ്ടല്ലോ ലോകത്തോട് വിട പറയുമ്പോ പടച്ചറബേ എന്ത് സുഗന്ധമെന്നറിയോ, എന്തൊരു സുഗന്ധമെന്നറിയോ, മുഖത്ത് എന്തൊരു പുഞ്ചിരിയാണെന്നറിയോ, എന്തൊരു സൗന്ദര്യമായിരുന്നെന്നറിയോ. അങ്ങനെയാണ് റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട സ്വഹാബി ലോകത്തോട് വിട പറഞ്ഞത്. പടച്ചറബേ പരിശുദ്ധമായ ദീനിലെ ത്യാഗങ്ങൾ ചിലപ്പോൾ സഹിക്കേണ്ടി വരും. അതാ ദീനിൽ നിന്ന് ഒരുപാട് പരീക്ഷണങ്ങൾ ചിലപ്പോൾ സഹിക്കേണ്ടി വരും ഉമ്മ. പടച്ചറബേ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടല്ലോ, പടച്ചറബേ ഒരു വാപ്പയും ഇങ്ങനെ മകനും ഇങ്ങനെ നടന്നു പോകുമ്പോ അതാ കുറെ ആളുകൾ കടന്നു വന്നിട്ടോ അവിടെ പടച്ചറബേ ജയ് ശ്രീരാം വിളിക്കാൻ വേണ്ടി പറയുകയാണല്ലോ. പടച്ചറബേ വിളിക്കാതിരുന്ന ശരീരത്തിലൂടെ പെട്രോൾ ഒഴിച്ചിട്ടോ പടച്ചറബേ തീ കൊളുത്തുമെന്ന് പറയുകയാണല്ലോ. ആ വാപ്പ അവിടെ നിന്ന് പറയുന്നുണ്ട്, മോനെ നീ വിളിക്കടാ, നീ വിളിക്കടാ, നീ വിളിക്കടാ എന്ന് പറയുമ്പോ പോലും നീ പൊന്നുമോ പറയുന്നതെന്നറിയോ, ഇല്ല വാപ്പാ, ഇല്ല വാപ്പാ, ഇവരെന്നെ ഇവിടുന്ന് കൊന്നു കഴിഞ്ഞാലും എന്നെ ഇവിടുന്ന് ചുട്ടരിച്ചാലും അങ്ങനെ ഞാൻ പറയില്ല, അങ്ങനെ ഞാൻ പറയില്ല. ഇതായിരുന്നടാ ഈമാൻ എന്ന് പറഞ്ഞ, ഇതാണ് ഈമാൻ എന്ന് പറഞ്ഞ. പടച്ചറബേ മുസ്ലിമായതിന്റെ പേരിൽ ഇരുട്ടിന്റെ മറവിൽ കടന്നു വന്നിട്ട്
ഇരുട്ടിന്റെ മറവിൽ ഇരുട്ടിന്റെ കാപാലികന്മാർ എത്ര തന്നെ കടന്നു വന്നാലും നമ്മുടെ ഹൃദയത്തിനകത്തുള്ള ഒരു ഈമാനിന്റെ ആവേശമുണ്ടല്ലോ, അത് നമ്മൾ കടന്നുകൂടാ, അത് നമ്മൾ കളഞ്ഞുകൂടാ. ഹൃദയത്തിൽ ഊറി ഊറി വരട്ടെ. ഏറ്റവും വലിയ ഉയർച്ചയിലേക്ക് നമ്മുടെ ഈമാനിന്റെ ആവേശം ഇങ്ങനെ തുളുമ്പട്ടെ. എന്നാ നമുക്ക് വിജയമുണ്ട്, എന്നാ നമുക്ക് വിജയമുണ്ട്. പരീക്ഷണങ്ങൾ അല്ലാഹുവിന്റെ ദീനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരുമല്ലോ. എന്തിനാ പരീക്ഷണങ്ങൾ തരുന്നത്? എന്തിനാ വിഷമങ്ങൾ തരുന്നത്? എന്തിനാ വേദനകൾ തരുന്നത്? എന്തിനാ ഇവിടെ നിന്ന് എല്ലാം ഉപേക്ഷിച്ചിട്ട് എവിടേക്കെങ്കിലും പോകടാ എന്ന് പറയുന്നത്? ഇതെല്ലാം പരീക്ഷണമാണ്, ഇതെല്ലാം പരീക്ഷണമാണല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പടച്ച റബ്ബേ അല്ലാഹു പറയുകയാ, നബിയെ സഹാബത്തിനോട് പറ, ഇവിടെയെല്ലാം ഉപേക്ഷിച്ചിട്ട് മദീനയിലേക്ക് ഹിജ്റ പോയിക്കൊള്ളുക, മദീനയിലേക്ക് ഹിജ്റ പോയിക്കൊള്ളുക എന്നവിടെ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞല്ലോ. അതാ സ്വഹാബത്തും മുത്തുനബിയും കടന്നു പോയില്ലേ, അതാ റസൂലുള്ളാഹിയും സഹാബത്തും കടന്നു പോയില്ലേ. എന്നാ നമ്മളോട് പറഞ്ഞ, നമ്മളോട് ആര് തന്നെ പറഞ്ഞാലും പേടിക്കേണ്ടതില്ലടാ. നമ്മൾ പടച്ച റബ്ബേ വാങ്ങി കൊടുത്തിട്ട് ഇഖാമത്ത് കൊടുത്തിട്ട് മരണത്തെ കാത്തു നിൽക്കുന്നവരാണല്ലോ. ഇസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കാത്തു നിൽക്കുന്നവരാണല്ലോ. പടച്ച റബ്ബേ നമ്മൾ ജനിച്ചപ്പോ അതാ നമ്മുടെ ഏറ്റവും അടുത്ത ആള് വന്നിട്ട് നമ്മുടെ വലത് ചെവിയിൽ വാങ്ങി കൊടുത്തു, ഇടത്തെ ചെവിയിൽ ഇഖാമത്ത് കൊടുത്തു. ഇനി നമ്മൾ നമസ്കരിച്ചാ മതിയല്ലോ, ഇനി നമ്മുടെ മേലെ നമസ്കരിച്ചാ മതിയല്ലോ. അല്ലാഹുവേ, ഇസ്രായീലിനെ കാത്തിരിക്കുന്ന വിശ്വാസികളാണ് നമ്മള്. അതുകൊണ്ട് പൗരത്വ ബില്ല് പറഞ്ഞിട്ടും എൻആർസി പറഞ്ഞിട്ടും ഈ സമൂഹത്തെ, മുസ്ലിം സമൂഹത്തെ പേടിപ്പിക്കാതെ ഞങ്ങൾ പേടിക്കൂടണോ? ഈ മുസ്ലിം സമൂഹം പേടിക്കാനുള്ളവരല്ല. ഇസ്രായീലിന് മരണത്തെ കാത്തു നിൽക്കുന്ന ഞങ്ങൾക്ക് ഇതൊന്നും ഒരു ഭയമല്ല. അല്ലാഹുവേ, പടച്ച റബ്ബേ ഞങ്ങൾക്ക് ഈമാൻ തരണേ അല്ലാഹ്, ഞങ്ങൾക്ക് ഈമാൻ തരണേ അല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹുവേ പടച്ച തമ്പുരാൻ ഹിജ്റ പോകാൻ പറഞ്ഞല്ലോ. ശത്രുക്കളുടെ മർദ്ദനം സഹിക്കാൻ കഴിയാതെയായപ്പോ മക്കയിലതാ എല്ലാ സമ്പത്തും ഉപേക്ഷിക്കുകയോ, എല്ലാ അധികാരങ്ങളും ഉപേക്ഷിക്കുകയോ മദീനയിലേക്ക് ഹിജ്റ പോയ റസൂലുള്ളാഹ്, മദീനയിലേക്ക് ഹിജ്റ പോയ റസൂലുള്ളാഹ്. ഞങ്ങളുടെ പൂർവികര്, ഞങ്ങളുടെ നേതാവ് പോയിട്ടുണ്ടോ? ഞങ്ങളുടെ നേതാവ് എല്ലാം മക്കയിലിട്ടിട്ട് പോയിട്ടുണ്ടല്ലോ. പിന്നെ എന്തിനാ ഉമ്മ നമ്മൾ പേടിക്കുന്നത്? പിന്നെ എന്തിനാ ചെറുപ്പക്കാരാ നമ്മൾ പേടിക്കുന്നത്? നമുക്ക് കാണിച്ചു തന്ന വഴികൾ അങ്ങനെയാണല്ലോ. അതുകൊണ്ട് പേടിക്കണ്ട, അതുകൊണ്ട് പേടിക്കണ്ട. പടച്ച റബ്ബേ, നാസി പോലെയുള്ള ഓലപ്പാമ്പിനെ കാട്ടിയിട്ട് പേടിപ്പിക്കാതെന്ന ഈ വിശ്വാസ സമൂഹമുണ്ടല്ലോ, ഒരിക്കലും തന്നെ ഭയപ്പെടില്ല. പടച്ച റബ്ബേ, യാസിർ തങ്ങള്, അമ്മാർ തങ്ങള്, പടച്ച റബ്ബേ അവിടെ നിന്ന് ഏറ്റവും കൂടുതൽ ക്രൂരമായി മർദ്ദിച്ചില്ലേ? എന്തുകൊണ്ടാണ് മർദ്ദിച്ചത്? ഇസ്ലാം സ്വീകരിച്ചത് കൊണ്ടാ. സുമയ്യ ബീവി റളിയല്ലാഹു തആല അൻഹയെ മർദ്ദിച്ചില്ലേ? പടച്ച റബ്ബേ, പിൻദ്വാരത്തിലൂടെ കത്തി കുത്തി കയറ്റിയില്ലടാ. ഇതെല്ലാം എന്തുകൊണ്ടാ? ഇതെല്ലാം എന്തുകൊണ്ടാണെന്നറിയോ? അല്ലാഹുവിൽ ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ചത് കൊണ്ടല്ലേ. അല്ലാഹുവിൽ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുമ്പോ പടച്ച തമ്പുരാന് പല രീതിയിലും ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ നമുക്ക് അല്ലാഹു തആല പരീക്ഷണം തന്നുകൊണ്ടിരിക്കും. അല്ലാഹു തആല പരീക്ഷണങ്ങൾ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും. എന്തിനാ പരീക്ഷണം തരുന്നത്? ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ അല്ലാഹുവിനെ മനസ്സിലാക്കാൻ. എന്തിനാ? അല്ലാഹുവിനെ മനസ്സിലാക്കാൻ. ഏകനായ സിട്ടാവിനെ അറിയാൻ അല്ലാഹു ബോധം നൽകട്ടെ. അല്ലാഹു നമുക്ക് ബോധം നൽകി അനുഗ്രഹിക്കട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് ദുനിയാവിൽ നമ്മൾ ഭയപ്പെടണ്ട. എന്ത് തന്നെ ആര് എന്ത് പറഞ്ഞാലും നമ്മൾ ഭയപ്പെടണ്ട. പടച്ചോനെ, ഞങ്ങൾക്ക് നന്മയിൽ പ്രവർത്തിക്കാൻ അല്ലാഹുവിനെ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹ്. എൻ്റെ പ്രിയമുള്ളവരെ,
ഏറ്റവും കൂടുതൽ സമ്പന്നനായിരുന്നു മിസ്അബ് റളിയല്ലാഹു തആല അൻഹു. ഉമ്മ പറഞ്ഞു, മോനെ നിനക്ക് അധികാരം തരാം, നിനക്ക് സമ്പത്ത് തരാം, പക്ഷെ ആ മുഹമ്മദിന്റെ മതത്തിൽ നിന്ന് ഒന്ന് പോരും. എന്ത് തരാമെന്ന് പറഞ്ഞിട്ടും മിസ്അബ് റളിയല്ലാഹു തആല അൻഹു ആ ഹൃദയാന്തരത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല കൊടുത്തിട്ടുള്ള ആ ഈമാനിൽ നിന്ന് ഒരു അണിമണി തൂക്കം പോലും മാറി നിൽക്കാൻ മിസ്അബ് റളിയല്ലാഹു തആല അൻഹു തയ്യാറായില്ല. അതുകൊണ്ട് അവസാനം എൻ്റെ പ്രിയമുള്ളവരെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ഒരു ഷഹീദായി പച്ചക്കിളികളെ പോലെ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ നിന്ന് എൻ്റെ പ്രിയമുള്ളവരെ മിസ്അബ് റളിയല്ലാഹു തആല അൻഹു ലോകത്തോട് വിട പറഞ്ഞു. എന്തേ കാരണം? ഈമാൻ, ഹൃദയത്തിലുള്ള ഈമാൻ. നമുക്കില്ലാതെ പോയത് എന്താ? ആ സാധനം നമുക്കില്ലാതെ പോയത് ഈമാനാണ്. ഹൃദയത്തിൽ ഈമാനാണ് നമുക്കില്ല. നമുക്ക് പുറമെ നമ്മുടെ താടിയിലും നമ്മുടെ തൊപ്പിയിലും തലയെക്കെട്ടിലും നമ്മുടെ വസ്ത്രയിലും പർദ്ദയിലും മുഖമക്കനിലൊക്കെ ഈമാൻ തുളുമ്പിക്കിടക്കാൻ, പക്ഷെ ഹൃദയത്തിനകത്ത് ഈമാൻ ഇല്ലാതെ പോയി. അല്ലാഹു തആലക്ക് ബോധം നൽകട്ടെ. അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയൊരു സമാധാനത്തിന്റെ വാചകം എന്താ? ഒരു മനുഷ്യന്റെ സമാധാനത്തിന്റെ കാര്യം എന്താ? എൻ്റെ പ്രിയമുള്ളവരെ, റസൂലുള്ളാഹി നമ്മെ പഠിപ്പിക്കുന്ന ഒരു ഹദീസും കൂടെ പറഞ്ഞിട്ട് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, അബീ ദറിൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ പ്രിയമുള്ളവരെ, അബൂ ദറിൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്നതാ നമ്മെ പഠിപ്പിക്കുകയാണ്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ടതാ അവിടെ നിന്ന് പറയുകയാണ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇന്നമൽ ഗിനാ ബിനൽ ഖൽബ്, ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഐശ്വര്യം എന്ന് പറയുന്നത് അവന്റെ ഹൃദയത്തിന്റെ ഐശ്വര്യമാണല്ലോ. അവന്റെ ഹൃദയത്തിലെ സമാധാനം എന്ന് പറയുന്നതാണ് അവന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. പടച്ചുറപ്പേ, അവനിക്ക് പട്ടിണിയാണ്, പരിഭവമാണ്, വിഷമങ്ങളാണ്, അവനിക്ക് കടമാണ്, അസുഖമാണ്, ദുനിയാവിന്റെ തൊലിക്കുമ്പോൾ അല്ലാഹു തആല ഒരു സന്തോഷവും കൊടുത്തിട്ടില്ല. എന്നാലും അവന്റെ ഹൃദയത്തിലെല്ലാം ക്ഷമിച്ചുകൊണ്ട് അവന്റെ ദുനിയാവിനെ അല്ലാഹുവിനെ അറിഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ഒരടിമയുണ്ടല്ലോ. പടച്ചുറപ്പേ, എല്ലാം ക്ഷമിച്ചുകൊണ്ട് സമാധാനത്തോടുകൂടി പടച്ചുറപ്പ് തന്നതിലെല്ലാം ആത്മാർത്ഥമായിട്ടോ എന്റെ ഇരുകരങ്ങളും നീട്ടി സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന അടിമയുണ്ടല്ലോ. അവനെ കുറിച്ചിട്ടാ റസൂലുള്ള പഠിപ്പിക്കുന്നത്, ഇന്നമൽ ഗിനാ ബിനൽ ഖൽബ്, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഐശ്വര്യം എന്ന് പറയുന്നത് അവന്റെ ഹൃദയാന്തരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന ഐശ്വര്യമാണ്. ഇനി മാത്രമല്ല, വൽ ഫഖറു ഫഖറുൽ ഖൽബി, ഒരു മനുഷ്യന്റെ ദാരിദ്ര്യം എന്ന് പറയുന്നത്, ഒരു മനുഷ്യന്റെ ദാരിദ്ര്യം എന്ന് പറയുന്നത് പടച്ചുറപ്പേ അവന്റെ ഹൃദയത്തിലുള്ള ദാരിദ്ര്യമാണല്ലോ. മൻകാനൽ ഗിനാ ഫീ ഖൽബിഹി, മൻകാനൽ ഗനി ഫീ ഖൽബിഹി, ഒരാളുടെ ഹൃദയത്തിനകത്ത് ഐശ്വര്യമെങ്ങാനും കടന്നു വന്നാൽ ഫലാ യുദ്റു മാലകിയ മിനദ് ദുനിയാ, ഈ ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര വലിയ രോഗം കൊടുത്താലും, എത്ര വലിയ കടങ്ങൾ കൊടുത്താലും, എത്ര വലിയ പരീക്ഷണങ്ങൾ കൊടുത്താലും പടച്ചുറപ്പേ അതൊന്നും അവനിക്കൊരു പ്രശ്നമല്ല, അതൊന്നും അവനിക്കൊരു ബാധ്യതയല്ല, അതൊന്നും അവനിക്കൊരു ബാധ്യതയല്ല, അവനിക്കതൊന്നും ഒരു വിഷമമായിട്ട് കൂട്ടില്ലല്ലോ. ഹൃദയത്തിനകത്ത് പടച്ചുറപ്പേ സമാധാനം എന്ന് പറയുന്ന ഏറ്റവും വലിയ ഒരു കാര്യമുണ്ടല്ലോ. ആ ഏറ്റവും വലിയ അമൂല്യമായ നിധിയുണ്ടല്ലോ ഹൃദയത്തിനകത്തേക്ക് കൊണ്ടുവരും. നിനക്ക് അല്ലാഹു തന്ന കടമുണ്ടല്ലോ, നിനക്ക് അല്ലാഹു തന്ന വിഷമങ്ങളുണ്ടല്ലോ, നിനക്ക് അല്ലാഹു തന്ന രോഗങ്ങളുണ്ടല്ലോ, നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന മറ്റു പ്രയാസങ്ങളുണ്ടല്ലോ. ഇതെല്ലാം നിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷമായിട്ട് നിനക്ക് കാണാൻ കഴിയുകയോ? എന്തേ ചെയ്യേണ്ടതെന്നറിയോ? ഹൃദയത്തിനകത്ത് നീ സമാധാനം ഐശ്വര്യത്തെ കൊണ്ട് നടന്നോ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കാൻ, ഒരു മനുഷ്യന്റെ ഹൃദയത്തിലാണ് അവന്റെ സമാധാനവും അവന്റെ ദാരിദ്ര്യവും ഒക്കെ ഇരിക്കുന്നത്.
എന്താ പറഞ്ഞ, ഒരു മനുഷ്യന്റെ ഹൃദയത്തിനകത്താണ് അവന്റെ ദാരിദ്ര്യവും അവന്റെ എല്ലാ കാര്യങ്ങളും ഇരിക്കുന്നത്. അവന്റെ ഹൃദയത്തിൽ അവനക്ക് സമാധാനമുണ്ട്, ഒരു വിഷമവുമില്ല. പക്ഷേ അവന്റെ ജീവിതത്തിൽ അല്ലാഹു തആല ഒരുപാട് വിഷമങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോ ഈ ദുനിയാവിൽ അവനെ സംബന്ധിച്ചിടത്തോളം കാഴ്ചയിൽ അവന്റെ വിഷമമുണ്ട്, പക്ഷെ ഹൃദയത്തിനകത്ത് അതെല്ലാം ഒരു സമാധാനം, അതിലൊന്നും പ്രശ്നമില്ല. അങ്ങനെ നിന്റെ ജീവിതത്തെ നീ മാറ്റിക്കഴിഞ്ഞാൽ, അങ്ങനെയാണ് നിന്റെ ജീവിതം നിനക്കെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ പ്രിയമുള്ളവരെ നിനക്ക് ജീവിതത്തിൽ ഐശ്വര്യം തരും. അപ്പൊ ഹൃദയത്തെയാണ് നമ്മൾ പാകപ്പെടുത്തേണ്ടത്. ആദ്യം നമ്മൾ നന്നാക്കേണ്ടത് എന്താണ്? ഹൃദയം. ആ ഹൃദയത്തെ പടച്ച റബ്ബിലേക്ക് നമ്മൾ അങ്ങ് ചേർത്ത് വെച്ചാൽ നമ്മുടെ ഹൃദയം എന്താകും? എന്റെ പ്രിയമുള്ളവരെ അല്ലാഹുവിലേക്ക് ചേർന്ന് വരും, സമാധാനം ഉണ്ടാകും, ഹൃദയത്തിൽ ഐശ്വര്യം അല്ലാഹു തആല തരും. മനസ്സിലായോ? അല്ലാഹു തആല നമുക്ക് ബോധം നൽകട്ടെ. വീണ്ടും അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്, വമൻ കാനൽ ഫഖറു ഫീ ഖൽബിഹി, പടച്ചറബേ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ദാരിദ്ര്യം കൊടുത്താൽ, ഫലാ യുഗ്നീഹി മാ ഉക്സിറ ലഹു ഫിദ്ദുനിയാ, ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ അവനക്ക് പിന്നെ എത്ര സുഖങ്ങൾ അല്ലാഹു തആല കൊടുത്തിട്ടും കാര്യമില്ല, അതെല്ലാം അവനക്ക് പ്രയാസമായിട്ട് മാറുകയാണ്. പടച്ചറബ്ബേ ദാരിദ്ര്യം അവന്റെ ഹൃദയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത പടച്ച തമ്പുരാനേ, പിന്നീട് അവന്റെ ജീവിതത്തിൽ എത്ര വലിയ സുഖങ്ങൾ അല്ലാഹു തആല കൊടുത്തിട്ടും കാര്യമില്ലല്ലോ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ്, വമൻ കാനൽ ഫഖറു ഫീ ഖൽബിഹി, ഒരാളുടെ ഹൃദയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ദാരിദ്ര്യം കൊടുത്താൽ, ഫലാ യുഗ്നീഹി മാ ഉക്സിറ ലഹു ഫിദ്ദുനിയാ, പിന്നീട് ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ അല്ലാഹു തആല എത്ര വലിയ സമ്പത്ത് കൊടുത്തിട്ട് കാര്യമില്ല, അധികാരങ്ങൾ കൊടുത്തിട്ട് കാര്യമില്ല, പവർ കൊടുത്തിട്ട് കാര്യമില്ല, സൗകര്യങ്ങളും കൊടുത്തിട്ട് കാര്യമില്ല. ഹൃദയത്തിനകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ദാരിദ്ര്യം കൊടുത്തു കഴിഞ്ഞാൽ, പടച്ച റബ്ബേ പിന്നീട് അവനക്ക് എത്ര വലിയ സമാധാനം കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് വഇന്നമാ യദുറു നഫ്സുഹു ശുഹ്ഹാ, അവനിക്ക് കിട്ടിയ കാര്യത്തിൽ അവനക്ക് സന്തോഷം ഉണ്ടാക്കാൻ അവനെ പഠിക്കട്ടെ. പടച്ച റബ്ബേ അവന്റെ ജീവിതത്തിൽ അവനക്ക് സന്തോഷമുണ്ടാകാൻ എന്താ ചെയ്യേണ്ടത്? മനസ്സിൽ അല്ലാഹുവേ ആർത്തിയെ ഒഴിവാക്കാൻ പഠിക്കോ, ആർത്തിയെ ഒഴിവാക്കാൻ പഠിക്കോ. നമ്മൾ വലിയ വലിയ കാര്യങ്ങൾ മാത്രം ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ, വലിയ വലിയ കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ, പടച്ച തമ്പുരാനെ അവന്റെ ഹൃദയത്തിലുള്ള ഏറ്റവും വലിയ സമാധാനമുണ്ടല്ലോ, അവന്റെ ഹൃദയത്തിന്റെ ഐശ്വര്യമുണ്ടല്ലോ, എല്ലാം അവിടെ നിന്ന് നശിച്ചു പോവുകയാണ്. പിന്നീട് അവനക്ക് സമാധാനം കണ്ടെത്താൻ കഴിയില്ലെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യന്റെ ഐശ്വര്യം എന്ന് പറയുന്നത് അത് ഹൃദയത്തിന്റെ ഐശ്വര്യമാണ്. ഹൃദയത്തിനകത്ത് അല്ലാഹു തആല അവർക്ക് ഐശ്വര്യം കൊടുത്താൽ, ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ പിന്നെ അവർക്ക് എത്ര വലിയ ദാരിദ്ര്യം കൊടുത്താലും അവന്റെ ജീവിതത്തിൽ അത് അവനിക്ക് ഒരു പ്രശ്നമല്ല, അതവനിക്ക് ഒരു വിഷയമല്ല. അവർക്ക് പട്ടിണി കൊടുത്തു, അവർക്ക് പ്രയാസമില്ല. ദാരിദ്ര്യം കൊടുത്തു, പ്രശ്നമല്ല. കടം കൊടുത്തു, പ്രശ്നമല്ല. രോഗങ്ങൾ കൊടുത്തു, പടച്ചറപ്പേ എന്ത് കൊടുത്താലും അവന്റെ ഹൃദയത്തിനകത്ത് അല്ലാഹു ഐശ്വര്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ, അവന്റെ ജീവിതത്തിൽ അവനിക്ക് ഈ വിഷമങ്ങൾ ഒരു പ്രശ്നമല്ല. ഇനി നേരെ മറിച്ചൊരു മനുഷ്യന്റെ ഹൃദയത്തിൽ അല്ലാഹു തആല ഒരു ഫഖർ കൊടുത്താൽ, ദാരിദ്ര്യം കൊടുത്താൽ, എന്റെ പ്രിയമുള്ളവരെ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ ഉഹദ് മലയോളം വലിപ്പമുള്ള സ്വർണത്തിന്റെ കട്ടി നമ്മുടെ മുമ്പ് കൊണ്ടുവന്നിട്ടും പിന്നെ കാര്യമില്ല.
ഉഹുദ് വലിപ്പമുള്ള സ്വർണത്തിന്റെ ഒരു കട്ട കൊണ്ടുവന്നിട്ടും പിന്നെ കാര്യമില്ല. എത്ര സമാധാനം ഉണ്ടായാലും അധികാരമുണ്ടായാലും പവർ ഉണ്ടായിട്ടും എന്റെ പ്രിയമുള്ളവരെ കാര്യമില്ല, അവർക്കൊന്നും നേടാൻ കഴിയില്ല. എന്താണ് നമ്മുടെ ഹൃദയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മ തരാൻ, ഹൃദയത്തിന്റെ ഫഖർ മാറ്റാൻ, ആ ഹൃദയത്തിനകത്ത് അല്ലാഹു തആല സമാധാനം നമുക്ക് നൽകാൻ, ഐശ്വര്യം നൽകാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടുക, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക. അല്ലാഹു നിന്റെ ഹൃദയത്തിൽ അല്ലാഹു തആല ഐശ്വര്യം തരും. ഹൃദയത്തിന്റെ ആ ഒരു ഫഖർ, ആ ഒരു ദാരിദ്ര്യം അല്ലാഹു തആല എടുത്തു കളയുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുക. അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ. അല്ലാഹു തആല നമുക്ക് ബോധം നൽകട്ടെ. അല്ലാഹു തആല നമുക്ക് ബോധം നൽകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഇത്രയും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അല്ലാഹു എല്ലാം നമ്മിൽ അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. അല്ലാഹു റഹമായ പ്രതിഫലം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആയിലേക്ക് കടക്കുകയാണ്. എല്ലാവരും ഇൻഷാ അല്ലാഹ് ഒരു 3 സ്വലാത്ത് ചൊല്ലുക, ആത്മാർത്ഥമായിട്ട് ആമീൻ പറയുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. آمين. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا وشفيعنا محمد. റഹ്മാനായ രാജസയ്യിദായ മലികുൽ ജബ്ബാറായ അല്ലാഹ്, ഞങ്ങൾ ചൊല്ലിയ പരിശുദ്ധമായ ഫാത്തിഹ, ഇഖ്ലാസ്, മഅ്വിദതൈനി പടച്ച റബ്ബേ ഇൽമ എല്ലാം നീ സ്വീകരിക്കണേ റബ്ബേ. പോരായ്മകൾ നീ പരിഹരിക്കണേ തമ്പുരാനെ, പടച്ച തമ്പുരാനെ. അല്ലാഹുവേ പടച്ച റബ്ബേ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദ്റത്തിലേക്ക് ഇതിന്റെയൊക്കെ മിസ്ല സവാബിനെ നീ എത്തിക്കണേ അല്ലാഹ്. എല്ലാ അൻബിയാക്കൾ, ഔലിയാക്കൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ ഹദ്റത്തിലേക്ക് എത്തിക്ക് റബ്ബേ. വലിയുല്ലാഹി അൽ ഹാഫിദ് മുഹമ്മദുല്ലാഹി ഹാജി നവറല്ലാഹു മർഖദ മഹാന്റെ ഹദ്റത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. പടച്ച റബ്ബേ, അവരൊക്കെ ദരജ നീ ഉയർത്തണേ അല്ലാഹ്. അവിടേക്ക് സ്നേഹം നീ നൽകണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യമായി ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട് റബ്ബേ. എല്ലാം നീ പുറത്തു തരണേ അല്ലാഹ്. പടച്ച റബ്ബേ, ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയ ഒരുപാട് ആളുകളുണ്ട് റബ്ബേ. പടച്ച റബ്ബേ, അവരുടെ ഖബറിലേക്കെല്ലാം ഇതിന്റെ മിഥില സവാബിനെ നീ എത്തിക്കണേ അല്ലാഹ്. അവിടെ ഖബർ വിശാലമാക്ക റബ്ബേ, ഖബർ വിശാലമാക്കണേ റബ്ബേ. പലരുടെയും ഉമ്മമാര്, ബാപ്പമാര്, പടച്ച റബ്ബേ, സഹോദര സഹോദരിമാരൊക്കെ ഇന്ന് ആരുടെ മണ്ണിലാണ്, മക്കൾ ഇന്ന് ആരുടെ മണ്ണിലാണ്. പടച്ച റബ്ബേ, അവിടെ ഖബർ നീ വിശാലമാക്കണേ റബ്ബേ. സ്വർഗ്ഗം നീ കൊടുക്കണേ റബ്ബേ. സമാധാനമുള്ള ഖബർ ജീവിതം നീ കൊടുക്കണേ അല്ലാഹ്. റഹ്മുറാഹിമായ രാജസയ്യിദായ മലികുൽ ജബ്ബാറായ അല്ലാഹ്, പടച്ച റബ്ബേ, ഞങ്ങളുടെ പാപങ്ങളൊക്കെ നീ പൊറുക്കണേ അല്ലാഹ്. രഹസ്യമായി പരസ്യമായി അറിഞ്ഞും അറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട് റബ്ബേ. എല്ലാം നീ പൊറുക്കണേ അല്ലാഹ്, എല്ലാം നീ പൊറുക്കണേ അല്ലാഹ്. റഹ്മുറാഹിമായ രാജസയ്യിദായ അല്ലാഹ്, ABCDMC എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്ന് പ്രത്യേകം ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. പടച്ച റബ്ബേ, നീ ഖൈറും ബറക്കത്തും നീ അവർക്ക് കൊടുക്കണേ അല്ലാഹ്. കുടുംബ ജീവിതത്തിൽ ബറക്കത്ത് കൊടുക്ക റബ്ബേ. രോഗങ്ങളുണ്ടെങ്കിൽ മാറ്റി കൊടുക്ക റബ്ബേ. മക്കളൊക്കെ പടച്ചവനെ സ്വാലിഹീങ്ങളിൽ പെടുത്തി കൊടുക്കണേ റബ്ബേ. എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടെങ്കിൽ നീ തീർത്തു കൊടുക്കണേ അല്ലാഹ്. സമാധാനം നീ കൊടുക്കണേ റബ്ബേ. റംലാൻ എന്ന് പറയുന്ന
അക്കൗണ്ടിൽ നിന്ന് പ്രത്യേകം ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. റബ്ബേ ഖൈർ കൊടുക്ക റബ്ബേ, രോഗങ്ങളെ ശിഫയാക്കി കൊടുക്ക റബ്ബേ, സമാധാനം കൊടുക്കണേ റബ്ബേ. പടച്ച തമ്പുരാനെ ജോലിയിലും പഠനങ്ങളിലും മറ്റുമൊക്കെ ബറക്കത്ത് നൽകണേ റഹ്മാനെ. ഷമീ ഷഫീഖ് എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്ന് പ്രത്യേകം ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ടോ? പടച്ച റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ, ഖൈർ കൊടുക്കണേ അല്ലാ, സലാമത്ത് കൊടുക്കണേ അല്ലാ. പടച്ച റബ്ബേ വിഷമങ്ങളൊക്കെ മാറ്റി കൊടുക്കണേ തമ്പുരാനെ. കുടുംബ ജീവിതത്തിൽ ബറക്കത്ത് കൊടുക്ക റബ്ബേ. അല്ലാഹുവേ അച്ചു ബിച്ചു എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്നും പ്രത്യേകം ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ടോ? പടച്ച റബ്ബേ അവർക്ക് നീ ഖൈർ കൊടുക്ക റബ്ബേ, സലാമത്ത് കൊടുക്കണേ അല്ലാ, എല്ലാവിധ വിഷമങ്ങളും മാറ്റി കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ നീ അവരെ കുടുംബ ജീവിതത്തിൽ ബറക്കത്ത് കൊടുക്ക റബ്ബേ. മക്കളൊക്കെ സാലിഹീങ്ങളിൽ പെടുത്തണേ റബ്ബേ. രോഗങ്ങളുണ്ടെങ്കിൽ ശിഫയാക്കണേ റഹ്മാനെ. പടച്ച റബ്ബേ അങ്ങനെ ഒരുപാട് ആളുകൾ അല്ലാഹ് ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അവിടൊക്കെ വിഷമങ്ങളെ മാറ്റണേ അല്ലാഹ്. പടച്ച റബ്ബേ മാരകമായ ക്യാൻസർ പോലെ, ട്യൂമർ പോലെ, ബ്ലഡ് ക്യാൻസർ പോലെ അസുഖങ്ങൾ തന്നിട്ട് പരീക്ഷിക്കല്ല അല്ലാഹ്. പടച്ച റബ്ബേ രോഗങ്ങളെ തന്നിട്ട് വിഷമിപ്പിക്കല്ല റബ്ബേ. അല്ലാഹുവേ രോഗം തന്നവർക്ക് നീ ശിഫാ കൊടുക്കണേ അല്ലാഹ്, അർഹമായ പ്രതിഫലം കൊടുക്കണേ റബ്ബേ. പടച്ച തമ്പുരാനെ ഞങ്ങളെ സ്നേഹിക്കുന്നവര്, സഹായിക്കുന്നവര് റബ്ബേ, നല്ല വാക്ക് പറയുന്നവർ ഒരുപാട് ആളുകളുണ്ട് റബ്ബേ. അവർക്കെല്ലാം നന്മ കൊടുക്കണേ അല്ലാഹ്, സലാമത്ത് കൊടുക്കണേ അല്ലാഹ്. എല്ലാവിധ കാവലും രക്ഷയും നീ കൊടുത്തു നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. എല്ലാവരുടെയും വിഷമങ്ങളെ തീർക്കണേ അല്ലാഹ്. പടച്ച തമ്പുരാനെ ഞങ്ങളെ എല്ലാവരെയും നിന്റെ റഹ്മത്തിൽ നീ പെടുത്തണേ റബ്ബേ. പടച്ച റബ്ബേ മഴയില്ലാതെ ഒരുപാട് ആളുകൾ ഇന്ന് കഷ്ടപ്പെടുന്നുണ്ട് റബ്ബേ, വെള്ളമില്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്. പടച്ച റബ്ബേ വെള്ളം നൽകണേ റബ്ബേ. അങ്ങനെ ഞങ്ങളെ ഒരാളെയും വിഷമിപ്പിക്കല്ല അല്ലാഹ്. പടച്ച റബ്ബേ ഇന്ന് വിദേശത്ത് അല്ലാഹുവേ പടച്ച റബ്ബേ വെള്ളപ്പൊക്കമാണ്, വല്ലാതെ വെള്ളം കയറിയിരിക്കുകയാണ്. പടച്ച റബ്ബേ അല്ലാഹുവേ വെള്ളം ഇങ്ങനെ വല്ലാതെ റൂമുകളിലൂടെ, റോഡുകളിലൂടെ, വാഹനങ്ങളിലൂടെ, കടകളിലൂടെ പടച്ച റബ്ബേ പ്രയാസപ്പെടുന്ന അവസ്ഥയിലാണ്. അല്ലാഹുവേ അവർക്ക് സമാധാനം കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ സമാധാനം കൊടുക്കണേ അല്ലാഹ്. പടച്ച റബ്ബേ അല്ലാഹുവേ ഞങ്ങളുടെ എല്ലാവിധ വിഷമങ്ങളിൽ നിന്നും കരകയറ്റണേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങൾക്ക് ഈമാൻ തരണേ അല്ലാഹ്, ഈമാനുള്ളവരിൽ പെടുത്തണേ അല്ലാഹ്, ഈമാനുള്ളവരിൽ പെടുത്തണേ തമ്പുരാനെ, ഈമാനുള്ളവരിൽ പെടുത്തണേ തമ്പുരാനെ. പടച്ച റബ്ബേ ഈമാൻ സലാമത്തായി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുന്നവരിൽ പെടുത്തണേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളിൽ ഒരാളെയും നീ വിഷമിപ്പിക്കല്ല അല്ലാഹ്. പടച്ച റബ്ബേ ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ബറക്കത്ത് തര റബ്ബേ. ജോലിയിലും സമ്പത്തിലും മക്കളിലും ഭർത്താവിലും ഭാര്യമാരിലൊക്കെ ബറക്കത്ത് തരണേ റബ്ബേ. അല്ലാഹുവേ ഈമാനോടുകൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് ഞങ്ങളെ എല്ലാവരെയും നീ മരിപ്പിക്കണേ റബ്ബേ. ഇരുലോക വിജയികളിൽ പെടുത്തണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. بفضل صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. صل على جميع الأنبياء والمرسلين. الحمد لله رب العالمين. إن شاء الله എല്ലാവരും പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.